ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഒരു ഓട്ടോമൊബൈലിൻ്റെ പാർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിൻ്റെ സപ്ലയർ നമ്മളെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് ഞാൻ പറഞ്ഞു 3 days കൊണ്ട് പ്രൊഡക്റ്റ് ഇരുന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് 4th day 5th day 2 weeks വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് തന്നില്ല. ഞാൻ വിളിച്ചു, സംസാരിച്ചു. ഹി വാസ് ലൈക്ക് ഡ്രങ്ക് ഔട്ട് ഓർ സംതിങ്. ഭയങ്കര മാനേഴ്സ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഫാക്ടറി വിസിറ്റ് ചെയ്തത്. നമ്മളെ മെയിൻ സ്പെഷ്യാലിറ്റി നമ്മൾ എല്ലാ ഫാക്ടറി പോയി നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാറില്ല. ഇതും അതേപോലെ ചെയ്തതാണ്. ബട്ട് 2 weeks കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ബ്ലോക്ക്. ഇവർക്കറിയാം ഞാൻ ഇന്ത്യയിലാണെന്നുള്ളത്. അവൻ വിചാരിച്ചാൽ ഞാൻ ഞങ്ങൾ തിരിച്ചു വരില്ല എന്നുള്ളതാണ്. തിരിച്ചു വന്നാൽ നമുക്ക് ഈസിയാണ് ആ ഫണ്ട് റിട്രീവ് ചെയ്യാനുള്ളത്. ഞാൻ അവിടെ എനിക്ക് ഫാക്ടറി ലൊക്കേഷൻ അറിയാം. ഞാൻ അവിടെ പോകുന്നു. ആ ഫാക്ടറി ലോക്കൽ പോലീസിനെ കൊണ്ട് നമ്മൾ ഇടപെടില്ല. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും, ഡയറക്റ്റ് പറയും ഇങ്ങനെയുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ വീചാറ്റ്, വാട്സപ്പ് അവിടെ വർക്ക് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. നമുക്കവിടെ വീചാറ്റ് ഉണ്ട്. വീചാറ്റിൽ ഫുൾ ട്രാൻസാക്ഷൻ മൊത്തം ചാറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ അതിൽ തന്നെ. അപ്പൊ നമുക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. വീചാറ്റ് ത്രൂ അതാണ് ഫുള്ളി ആ ഒരു ചാനൽ. അത് ഫുള്ളി എപ്പോഴും അവര് സർവൈലൻസിലാണ്. അപ്പൊ അതുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അവർ നമ്പർ ഉണ്ട് കയ്യിലുണ്ട്. അത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഫണ്ട് റിലീസ് ആവും.